ഹലോ, ഇന്ന് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു പാതിരാത്രി ഉണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കേക്കാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു കേക്ക് ബേക്ക് ചെയ്യണമെന്ന്. പക്ഷേ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് മടിച്ച് അത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു ബേക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ഒരു 5-6 പാത്രം മിനിമം നമുക്ക് കഴുകാൻ കാണും, കൂടെ ബീറ്റർ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന്. ജസ്റ്റ് ഒരു ബൗളും ഒരു സ്പൂണും മാത്രം, ബീറ്റർ മാറ്റി, മെഷറിംഗ് കപ്സ് എല്ലാം മാറ്റി. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അളവൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഏകദേശം ഒരളവൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു, എങ്ങാനും ഫ്ലോപ്പായി പോയാലോ എന്ന്. പിന്നെ സകല ദൈവങ്ങളെയും വിചാരിച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പണ്ട് മാജിക് ഓവനിൽ ലക്ഷ്മി മാം പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത്. കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കും. നമ്മളതിങ്ങനെ സ്പൂണ് കൊണ്ട് കോരി എടുത്തൊഴിക്കുമ്പോൾ അതിങ്ങനെ റിബൺ പോലെ ഇങ്ങനെ വീഴണമെന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും, ഇങ്ങനെ സ്പൂണ് കൊണ്ട് കോരും, ഇങ്ങനെ ഒഴിച്ചു നോക്കും. അപ്പോൾ എൻ്റെ കേക്ക് ഇങ്ങനെ റിബൺ പോലെ വീഴുന്നുണ്ട്. അപ്പോൾ ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ബാറ്റർ ഓക്കെ ആണെന്നുള്ള വിശ്വാസത്തിൽ ഒരു ചെറിയൊരു കേക്ക് ടിൻ, ഇത് ബ്രെഡിൻ്റെ ടിന്നാണ്, ഇതിൽ ഞാൻ കേക്കും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടിന്നിലോട്ട് ഒഴിച്ചിട്ട് ഓവനിൽ അങ്ങ് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. പക്ഷേ വിചാരിച്ചതിനേക്കാളും നല്ല സോഫ്റ്റും നല്ല